ഒരു കറിയുടെയും ആവശ്യമില്ല ഇത് ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ ഒന്നല്ല കേട്ടോ യൂസ് ആക്കണത്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഗോതമ്പ് പൊടി ഉണ്ടാവില്ലേ? ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പോൾ ആരുടെ വീട്ടിലല്ലാതിരിക്കുക. മൈദ വെച്ചിട്ട് എന്തൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും ഒരുവിധം ആളുകൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇത് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളക്കണമെങ്കിൽ അളക്കാം. ഞാനിപ്പോൾ അളന്നിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാലം അടുക്കളയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തിനാലും അളവിൻ്റെ ഒക്കെ ആവശ്യം. അപ്പോൾ അളക്കണമെങ്കിൽ അളക്കാം. ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തോളി. ഞാനിപ്പം ഒരു കമ്മട്ട എടുത്തിക്കാണ്, 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ലേശം ഓയിൽ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ലേശം സാധാരണ നോർമലി വാട്ടർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്താളി. ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കണ ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ വെജിറ്റബിൾസ് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളൊക്കെ എല്ലാവരും അടുക്കളയിൽ ഉണ്ടാകുന്ന തന്നെയാണ്. ഏതായാലും ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇത്രയും മാവിൽ നമ്മൾ ചെയ്യുമ്പം 3 സവാള, ചെറുതാണെങ്കിൽ 3 ഇതിപ്പോൾ പറ്റ ചെറിയ സവാള ആയതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വലിയ സവാള ഒക്കെ ആണെങ്കിൽ ഒരു 1.5 മതിയാവും. അപ്പോൾ സവാള എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഒറ്റ തക്കാളി ആയിട്ട് എടുക്കണുള്ളൂ. തക്കാളി ഒരുപാട് വേണ്ട. നമ്മുടെ ഈ ഒരു കടിയിലേക്ക് ഒരുപാട് തക്കാളി ആകുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, എന്നാലും തക്കാളി 1 മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇല്ല, വാടി പോയിട്ടുണ്ടെന്നാലും കുറച്ചൊരു വാട്ടുണ്ടെങ്കിലും ആ ഒരു മല്ലിച്ചപ്പിൻ്റെ രുചി വേറെ തന്നെയാണ് അല്ലേ. അത് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ഉള്ളതൊക്കെ നുള്ളി പെറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പില പിന്നെ ഇപ്പോൾ ഇത് നാടൻ കറിവേപ്പിലയാണ്. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഈ ഒരു പലഹാരത്തേക്ക് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ പെട്ടെന്ന് ഇറങ്ങി കിട്ടും. നമ്മുടെ ഈ നാടൻ കറിവേപ്പില എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പോലും ഭയങ്കര സ്മെല്ലാണല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഒരു ചട്ടി, നിങ്ങളടുത്ത് ഏത് കടായി ഉണ്ടെങ്കിലും അത് വെച്ചെടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു തണുപ്പ് കൊണ്ട് തന്നെയാണ് നല്ല നെയ്യ് പോലെ നമ്മൾ സാധാരണ ഇതുണ്ടാവുമല്ലോ ആർക്കേജൊക്കെ, അതുപോലെ നിൽക്കുന്നുണ്ട് ഇപ്പം ഓയിലൊക്കെ. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ തണുപ്പുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ഓയിൽ ചൂടാണ് സമയത്ത് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒരുപാട് വഴനാനും നിൽക്കണ്ട, എന്നാലും കുറച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇനി മുട്ട വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഒറ്റ മുട്ട വെച്ചിട്ടാണ് ചെയ്യണത്. ഒരു മുട്ട ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും ഇതിലേക്ക് ചേർക്കുന്ന സംഭവങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ചായൻ്റെ കടി നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ സവാളയും ഇതൊക്കെ മൂടി വെച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തീയൊക്കെ നല്ലോണം കുറച്ചതിന് ശേഷം നമുക്ക് തീക്ക് ചേർത്ത് കൊടുത്തത് എന്താ വെച്ചാൽ ലേശം ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയൊന്നും ഞാൻ ആഡാക്കണില്ല. ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല കേട്ടോ ചേർക്കണത്. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയ്ക്ക് ഒരു വെറൈറ്റി രുചിയാണ്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഒരു ചിക്കൻ്റെ, ബീഫിൻ്റെ, മുട്ടയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇത് ലേശം ഇട്ട് കൊടുത്താൽ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുത്താൽ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കടിക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു പൊടി ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗരം മസാലപ്പൊടി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പക്ഷേ ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ഈ ഒരു ചിക്കൻ മസാലയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടി യൂസ് ആക്കാത്തത്. നിങ്ങൾക്ക് ഗരം മസാലൻ്റെ പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ആ ഒരു ഉപ്പും അതുപോലെ തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ആ ഒരു ഗരം മസാല
ചിക്കൻ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു മസാലയൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരൊറ്റ മുട്ട വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു മുട്ട ഞാനിതിനെ നടുവൊക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു മുട്ട ചേർത്ത് കൊടുക്കണതിൻ്റെ മുമ്പായിട്ട് തന്നെ ഈ ഒരു നടുഭാഗമൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കുറച്ച് സമയം ഒന്നിങ്ങനെ ഒരു ബുൾസൈ പോലെ, ഒരുപാട് വേവൊന്നും വേണ്ട, ഒന്നിങ്ങനെ ചകഞ്ഞ് കൊടുക്കുക. ഈ ഒരു ഫില്ലിങ്ങും അതും എല്ലാം കൂടെ ചകഞ്ഞ് കൊടുക്കുക. അപ്പോഴേക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റ മുട്ട തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ഒരു പലഹാരത്തേക്ക് ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പം കോഴിമുട്ടക്കൊക്കെ വലിയ വിലയാണല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു കോഴിമുട്ടൊക്കെ കുറച്ച് കൂടുതലൊക്കെ ചേർക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട. ഒറ്റ ഒരു കോഴിമുട്ട കൊണ്ട് തന്നെ നമുക്കിത് ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴിമുട്ട നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കോഴിമുട്ട ചേർത്ത് നോക്കേണ്ടി, അപ്പോഴായിരിക്കും നമ്മുടെ ഒരു പലഹാരം ഉണ്ടല്ലോ രാവിലെയൊക്കെ കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ പൊടിയൊക്കെ ഇപ്പോൾ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനേതായാലും ഒരു ഫില്ലിംഗ് ഒന്ന് റെഡി ആക്കാൻ വേണ്ടി ഒരുങ്ങല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ മാവ് ഒന്നും കൂടി നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും ഭൂരിക്കും പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ ഒട്ടും എണ്ണൊന്നും കുടിക്കൂല. എന്നാലും ഭൂരി നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലത് ഇളം ചൂടുള്ള വെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മസ്റ്റായിട്ടും ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെ കുഴച്ചെടുത്തെങ്കിലേ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പലഹാരത്തിന് നമുക്കൊരിക്കലും ചൂടുള്ള വെള്ളത്തിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിലേക്ക് എടുക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഈ ഒരു പലഹാരത്തിന് നമുക്ക് ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വട്ടുണ്ടാക്കാനും കുഴക്കാനും പരത്താനും ഒക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലത് പച്ചവെള്ളത്തിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കണ ആ ഒരു ബോൾസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്ര എണ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ എടുക്കാം. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയിട്ട് എടുക്കണമായിരിക്കും നന്നാവുക. അപ്പം ചപ്പാത്തി പരത്താൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ. അപ്പോൾ അതിനൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ ഞാൻ പരത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകണില്ലേ. അപ്പോൾ ആ ഒരു വളവോ തിരിവോ ഒന്നും നമുക്കിതിനെ ബാധിക്കണില്ല. നമ്മൾ ഈ ഒരു പലഹാരം എങ്ങനെ പരത്തിയാലും നമുക്കിതിനിപ്പോൾ നല്ലോണം ഒന്ന് റൗണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാട്ടമൂടി കൊണ്ട് മുറിച്ചെടുക്കുകയോ ഒന്നും ചെയ്യണില്ല കേട്ടോ. നമുക്ക് എങ്ങനെ കിട്ടിയാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വലിയൊരു ഷേപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ പലഹാരം നല്ല ഷേപ്പായിട്ട് വരും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ രണ്ടെണ്ണം പരത്തി കാണിക്കണേ ഉള്ളൂ. ബാക്കിയൊന്നും ഞാൻ പരത്തി കാണിക്കണില്ല കേട്ടോ, സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ പത്തിരി പരത്താനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പക്ഷേ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടായാലും അങ്ങനെ 5 പൈസ പോലെയും മുമ്പത്തെ 25-20 പൈസ പോലെയും ഇന്ത്യൻ്റെ ഭൂപടം പോലെയൊക്കെ ആയാലും നമുക്ക് ഈ ഒരു പലഹാരം ഒരു കുഴപ്പമില്ലാതെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള രീതിയിൽ ഒന്ന് പരത്തി കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പരത്തി. ഇനി നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ചെടുക്കുക, അതായിരിക്കും കറക്റ്റ്. പിന്നെ നമുക്ക് ഒരുപാട് ഫില്ലിങ് ഒന്നിൽ തന്നെ വെച്ച് കൊടുത്താലും കുഴപ്പമാണ് കേട്ടോ. കാരണം ഇത്രയും സാധനത്തേക്കുള്ള ഒരു ഫില്ലിങ് ഇത്രയല്ലേ. അപ്പോൾ ഫില്ലിങ് എത്രത്തോളം നിറക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് 2 സൈഡും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടും മറിച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ കാണില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുത്താൽ പിന്നെ ഇങ്ങോട്ട് ഫില്ലിങ് പോരുന്ന പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചിലവരൊക്കെ കാണാം ഇങ്ങനത്തെ സൈഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ ഒക്കെ കലക്കി നമ്മൾ പോസ്റ്റർ ഒട്ടിക്കണ പോലെ പശയൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ടാണെങ്കിൽ പിന്നെയും. പക്ഷേ നമ്മൾ ഗോതമ്പപ്പൊടിയും മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു മാവിൻ്റെ ബക്കന്നെ ഈ ഒരു
ചപ്പാത്തി പത്തിരിൻ്റെ ഒക്കെ വക്കന്നെ നല്ലോണം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഞാൻ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ എണ്ണയൊക്കെ ചാടും എന്നുള്ള പേടിയോ ഒന്നും വേണ്ട കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത്ര നല്ല ഒരു ചായൻ്റെ കടി നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടിയേക്ക് ചാടാൻ പാടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാ രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് എന്താ ഞാൻ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ കാണിച്ചു തന്നിട്ട് പിന്നെ ഒന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ. ഈ ഒരു രണ്ടാമത്തും കൂടി കാണിക്കുകയാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. കാരണം ഈ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് അതാ ഇങ്ങോട്ട് ആദ്യം മടക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കുക. അപ്പം എന്താ പറയുക, ഈ രണ്ട് സൈഡും ഫില്ലായി. ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഫില്ലിങ് ചാടൂല. പിന്നെ ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തതാ ഇതുപോലെ ഒന്നും കൂടെ തിരിച്ച് കൊടുക്കുക. എന്നിട്ട് അതിങ്ങോട്ട് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാതാ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു പിച്ചൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഒട്ടിക്കല്ല, ഇങ്ങനെ പിച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗവും ആ ഒരു ബക്കും പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിച്ച് കൊടുത്താൽ നല്ലൊരു മോഡൽ, ഒരു ബോർഡർ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ഒരു പലഹാരത്തിന് കാണുമ്പോൾ തന്നെ നല്ലൊരു ബോർഡറൊക്കെ വെച്ചിട്ടുള്ളൊരു പലഹാരമാവും ചെയ്യും. എന്നാലോ നമുക്കതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരു പ്രശ്നം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വലുപ്പം നിങ്ങൾക്ക് ഇതിലും കുറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടിൻ്റെ നമ്മൾ ഓരോ ബോൾസ് ഉണ്ടാക്കിയല്ലോ, ചെറിയ ബോൾസ്, അതൊന്ന് ചെറുതാക്കുക. എന്നിട്ട് പത്തിരിയും ചെറുതാക്കിയാൽ ഒന്നും കൂടെ ചെറുതാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു പഴംപൊരിൻ്റെ വലുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നെ മതിയാവും നമുക്ക് അത്യാവശ്യം നല്ലോണം വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഒരു 4-5 ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കറീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഭൂരിക്ക് വേറൊരു കറി അങ്ങനെയൊക്കെ വേണ്ടേ. ഇതിനിപ്പോൾ അതൊന്നും വേണ്ടല്ലോ, എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ആയി. അപ്പോൾ ഇത് ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നിങ്ങൾ മാവ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാളയുടെയും മുട്ടയുടെയും എല്ലാത്തിൻ്റെ അളവ് കൂട്ടിയിട്ട് ചെയ്തോളി. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കോളി കേട്ടോ. കാരണം ഇതൊക്കെ മക്കളെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഉണ്ടാക്കുള്ളൂ, എന്നൊന്നും ഉണ്ടാക്കൂല. എന്നും ഉണ്ടാക്കുക. രാവിലെ നമ്മൾ ചപ്പാത്തിയും കറി ഉണ്ടാക്കണതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണിത്. നമ്മളെ വീട്ടിലാണ് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. പക്ഷെ നമ്മളതൊന്നും ഉണ്ടാക്കൂല എന്നുള്ളതാണ്. ഭൂരി ഉണ്ടാക്കും, അതിക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കും, ബീഫ് കറി ഉണ്ടാക്കും, ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കാൻ വലിയൊരു സംഭവമാണ്. അതിനൊന്നും ഇപ്പോൾ സമയമില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്കല്ലേ. അപ്പോൾ ഇനി മുതൽ നിങ്ങളാരും അതൊന്നും ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും, വലിയവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എന്നും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇതുപോലെ ഒരു കടി നിങ്ങൾ ചോദിച്ച് നോക്കൂ, ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവരെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ചിരുന്ന പോലും നമുക്കറിയില്ല. എന്നാലും നമ്മൾ വലിയ സംഭവമായിട്ട് നമ്മൾ വാങ്ങും. കാരണം ഒരു കടിക്ക് ഇപ്പോൾ 15 രൂപയാണല്ലേ. അപ്പോൾ 15 രൂപേൻ്റെ വില നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയ സംഭവമാണെന്ന്. പക്ഷെ നമ്മളെ വീട്ടിൽ ഇത്തിരി ഗോതമ്പ് പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ചു, പക്ഷെ രണ്ടാമത്തെ കഴിക്കാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും. നമ്മളെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ രണ്ടാമതൊന്ന് വാങ്ങി കൊടുക്കാൻ നമ്മൾ ആ ഒരു ക്യാഷിൻ്റെ ഇത് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി കൊടുക്കൂല. ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യാട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കുക. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എന്താ ഭംഗി കാണാൻ. എന്നാലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കിട്ടിയാൽ മതി, ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് വയറ് നിറയും.